Meet the editors. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടന്നുവെങ്കിലും 20 സീറ്റിലും UDF മികച്ച വിജയം നേടുമെന്നാണ് ഇന്ന് ചേർന്ന KPCC നേതൃയോഗം വിലയിരുത്തിയിരിക്കുന്നത്. UDFന് അനുകൂലമായ ഒരു നിശബ്ദ തരംഗം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതായും യോഗം വിലയിരുത്തി. അവസാന മണിക്കൂറിലെ പുനഃസംഘടന തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ബാധിച്ചുവെന്ന് സ്ഥാനാർത്ഥികൾ യോഗത്തിൽ വിമർശനം ഉന്നയിച്ചതായും റിപ്പോർട്ടുണ്ട്. UDFന് 2020 എന്നതാണ് KPCC വിലയിരുത്തൽ. കോൺഗ്രസ് മത്സരിച്ച ആറ്റിങ്ങലും മാവേലിക്കരയും പാലക്കാടും തൃശൂരും കണ്ണൂരും കടുത്ത പോരാട്ടമാണ് നടന്നത്. പക്ഷേ അവസാന ഘട്ടത്തിൽ മുന്നേറ്റം സാധ്യമായി. ഒപ്പം സംസ്ഥാന സർക്കാരിനെതിരെ നിശബ്ദ തരംഗമുണ്ടായിരുന്നുവെന്നും അതാണ് പോളിംഗ് കുറയാൻ കാരണമെന്നും നേതൃത്വം വിലയിരുത്തി. ഇതും UDFന് അനുകൂലമാകുമെന്നാണ് KPCCയുടെ പ്രതീക്ഷ. UDF 20-ൽ 20 സീറ്റുകളും വിജയിക്കുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. വൻ ഭൂരിപക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ സ്ഥാനാർത്ഥികൾ കണക്കുകൂട്ടിയിട്ടുള്ളത്. തൃശൂരിൽ 20,000-ലേറെ വോട്ടുകൾക്ക് വിജയിക്കുമെന്നും BJP 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നുമാണ് KPCCയുടെ കണക്കുകൂട്ടൽ. കണ്ണൂരിൽ പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് പരിഹരിക്കാനായെന്ന് K. സുധാകരൻ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രചരണത്തിന്റെ ആദ്യഘട്ടം മുതൽ വടകരയിൽ CPIM തന്നെ മതത്തിന്റെ ആളായി ചിത്രീകരിച്ച് പ്രചരണം നടത്തിയെന്ന് ഷാഫി പറമ്പിലും യോഗത്തിൽ പറഞ്ഞു. BJP-ക്കാർ പോലും ചെയ്യാത്ത നടപടിയാണ് CPIM ചെയ്തതെന്നും ഷാഫി യോഗത്തിൽ വികാരാധീനനായി. മണ്ഡലം ബ്ലോക്ക് പുനഃസംഘടനയിലെ തർക്കങ്ങൾ പലയിടത്തും പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ നിഴലിച്ചുവെന്നും സ്ഥാനാർത്ഥികൾ ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ചോദ്യം കണക്ക് തെറ്റുമോ എന്നാണ്. ബാലകൃഷ്ണൻ, ഒരു നിശബ്ദ തരംഗമുണ്ട്, അത് ഭരണവിരുദ്ധ വികാരമാണ് എന്ന് KPCC നേതൃയോഗം വിലയിരുത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ ഇന്ന് അവർ ആത്മവിശ്വാസം എല്ലാ മണ്ഡലങ്ങളിലും പ്രകടിപ്പിച്ചുവെന്നാണ് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. കണക്ക് തെറ്റുമോ എന്ന ചോദ്യത്തിന് കണക്ക് തെറ്റാൻ സാധ്യത വളരെ കുറവാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പോൾ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉള്ളതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്ത് UDFന് തന്നെയാണ് തുടക്കത്തിൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത്. നമുക്കറിയാമല്ലോ, ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൽ 2004 എല്ലാ ഘട്ടത്തിലും കോൺഗ്രസ്സിന് ഒരു മേൽക്കൈ ഉണ്ടായിട്ടുണ്ട്. ദേശീയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ച് എപ്പോഴും കേരളത്തിൻ്റെ ഒരു സവിശേഷതയുമാണ്. 2019 അപവാദമാണ് കേട്ടോ, അത് ഒരു വലിയ വിജയമാണ് 2019 പിന്നെ UDFനുണ്ടായത്. ഏതായാലും ആ അഡ്വാൻറ്റേജോടുകൂടി ആരംഭിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളൊക്കെ വിലയിരുത്തിയിട്ടുള്ളതുപോലെ പ്രധാനപ്പെട്ട തരംഗങ്ങളൊന്നും ദൃശ്യമായിരുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത് 2019 രാഹുൽ ഗാന്ധി തരംഗമുണ്ടായിരുന്നു, 2019 ശബരിമല വിഷയമുണ്ടായിരുന്നു. ഈ 2 വിഷയങ്ങളും UDFന് അനുകൂലമായി ഭവിച്ചു. അങ്ങനെയുള്ള 2 തരംഗങ്ങൾ UDFൻ്റെ വലിയ വിജയത്തിലേക്ക് നയിച്ചു എന്ന് വിലയിരുത്തുമ്പോൾ 2024 അത്തരത്തിലുള്ള ഒരു പ്രത്യക്ഷ തരംഗത്തെയും മുന്നിൽ നിർത്തിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളുടെ മുമ്പിലുണ്ട്. എങ്കിൽ കൂടിയും KPCC ഇന്ന് വിലയിരുത്തിയതുപോലെ 2 സാധ്യതകളാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുവാൻ സാധ്യതയുള്ളതായിട്ട് ഞാൻ കാണുന്നത്. ഒന്ന്, ഒരു നിശബ്ദ തരംഗം, ആൻറ്റി ഇൻകംബൻസി, സർക്കാർ വിരുദ്ധ തരംഗം. നോക്കൂ, ഇപ്പോൾ 2016 മുതൽ 2024 വരെയുള്ള 8 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിനോടുള്ള ഒരു എന്താ പറയുക, ഒരു വിമത ശബ്ദം എന്ന് പറയാവുന്ന ഒരു വിരുദ്ധ തരംഗം സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാം. അതിന് പറ്റുന്നൊരു സാഹചര്യമൊക്കെ ഈ പറഞ്ഞ ഒരു 5-6 മാസമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ പല തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾ, സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടാതെ വന്നിട്ടുള്ള വിഷയങ്ങൾ, ആ അർത്ഥത്തിൽ ശമ്പളം പോലും മുടങ്ങുന്ന അവസ്ഥ, ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരു സർക്കാർ വിരുദ്ധ തരംഗം ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന കരുവന്നൂർ പോലെയുള്ള വിഷയങ്ങൾ, എക്സാലോജിക്ക് പോലുള്ള വിഷയങ്ങൾ, ഇതൊക്കെ തന്നെയും സർക്കാരിനെതിരായിട്ടുള്ളൊരു പെർസെപ്ഷൻ രൂപപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ഒരു നിശബ്ദ തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എങ്കിൽ അതൊരു അടിയൊഴുക്കായി പ്രവർത്തിക്കും എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു ക്യാപിറ്റലായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ള. മറ്റൊന്നും തന്നെ ഞാൻ ഒരു എന്താ പറയുക, ഒരു അനുകൂല തരംഗം ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റൊരു ഘടകവും ഞാൻ കാണുന്നില്ല. യഥാർത്ഥത്തിൽ ഈ സർക്കാർ വിരുദ്ധ തരംഗമുണ്ടെങ്കിൽ ആ തരംഗം UDFന് വലിയ ഗുണം ചെയ്യുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണമാണ്. കൺസോൾട്ടേഷൻ ഓഫ് മൈനോറിറ്റി വോട്ട്സ് എന്ന് പറയുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ ശക്തമായി ഈ പ്രാവശ്യം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാവുന്നതുപോലെ നോക്കൂ, ഇപ്പോൾ കേരളത്തിലെ 85% ജനങ്ങളും വോട്ട് ചെയ്യുന്ന
85% ആളുകളും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. അതെന്താണ്? നരേന്ദ്രമോദി സർക്കാരിന് ഇനി ഒരു അവസരം കൂടി കൊടുക്കരുത് എന്നുള്ളതാണ്. ഈ 85% ഇപ്പോൾ 30-35% വരത്തുള്ളൂ കേട്ടോ ന്യൂനപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂനപക്ഷങ്ങളല്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ പറയുന്ന സർക്കാർ ഈ മോഡി സർക്കാരിനെതിരെ ഒരു നിലപാടെടുത്തിട്ടുള്ളത്. ബാക്കി വരുന്ന ഒരു 50%-ഓളം മതേതര ഹിന്ദുക്കളും ഈ പറയുന്ന രാജ്യത്ത് ഈ മോഡിക്കൊക്കെ കൂടി അവസരം കൊടുക്കരുതെന്ന് നിലപാടെടുത്തിട്ടുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ 85% ആളുകൾ BJP വിരുദ്ധ ചേരിയിൽ നിലപാടെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 85%-ൽ നിർണായകമായി ഈ 30-35% വോട്ടെന്ന് പറയുന്നത് മൈനോറിറ്റി കൺസോൾട്ടേഷനാണ്. അതിനകത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും ഇക്കുറി BJPക്കെതിരായി നിലപാട് എടുത്തിട്ടുണ്ട്. അവർ ഈ രാജ്യത്ത് അവർ ഒരു സമുദായം എന്ന നിലയ്ക്ക് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം തന്നെ റാഫേൽ തട്ടിലും ജോർജ് ആലഞ്ചേരിയും ഒക്കെ പറഞ്ഞെന്താണ്, ഈ രാജ്യം ഒരു മതേതര രാജ്യമാണെന്നും ഇതിൻ്റെ ഭാവിയെ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്നുമാണ് പറഞ്ഞത്. ആൻഡ്രൂസ് താഴത്ത് എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഈ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ സമുദായത്തിനകത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇടുക്കി രൂപത പോലെ ചില രൂപതകൾ ഈ കേരള സ്റ്റോറി എന്താ അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ആ കമ്മ്യൂണിറ്റിക്കകത്തൊരു വലിയ വിഭാഗത്തിന് നരേന്ദ്രമോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ നമുക്കുണ്ടാകാവുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നുള്ള ആലോചന. ആ അർത്ഥത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം കൺസോൾട്ടേഷൻ വലിയൊരു വോട്ട് ബാങ്കായി നിലനിന്നിട്ടുണ്ട്, ഏകീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ വോട്ട് ബാങ്ക് ആർക്ക് അനുകൂലമായി ചിന്തിച്ചു എന്നുള്ളതാണ് കേരളത്തിലെ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. സർക്കാർ വിരുദ്ധ തരംഗമുണ്ട് എങ്കിൽ അത് നിശ്ചയമായും LDFൻ്റെ സാധ്യതയെ സ്വാധീനിക്കും. രണ്ടാമത്തത് ഈ ക്രിസ്ത്യൻ മുസ്ലിം കൺസോൾട്ടേഷൻ. അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, ആദ്യം മുതൽ തന്നെ ഒരു അന്തർധാരയുണ്ട് ഇടതുപക്ഷവും കേന്ദ്ര സർക്കാരും എന്നുള്ള വാദവും ഉയർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ആദ്യം തന്നെ UDF അതിൻ്റെ പ്രചാരണം അഴിച്ചുവിട്ടത്. അത് നമുക്ക് EP ജയരാജനും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ബിസിനസ് മുട്ട് തുടങ്ങിയിട്ട് അദ്ദേഹം EP പിന്നീട് വാർത്താ സമ്മേളനമൊക്കെ വിളിച്ച് പറഞ്ഞില്ലേ, എൻ്റെ സ്വത്തിൻ്റെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എഴുതി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലൊരു ആശയക്കുഴപ്പം ആദ്യം മുതൽ തന്നെ ഉണ്ടാക്കാൻ UDF ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് ഏറ്റവും അവസാനമായി വന്നപ്പോഴത്തേക്കും നമുക്കറിയാലോ, ശോഭാ സുരേന്ദ്രൻ വരുന്നു, ദല്ലാൽ നന്ദകുമാർ വരുന്നു, K സുധാകരൻ വരുന്നു, അവസാനം EP തന്നെ വന്നിട്ട് ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ആ അർത്ഥത്തിലൊരു വലിയ ആശയക്കുഴപ്പം. ആ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമാണ് EP-യുടെ ഈ പറയുന്ന വാർത്താ സമ്മേളനം നടന്നെങ്കിലും അതിനു മുമ്പ് തന്നെ ഈ അന്തർധാര എന്ന് പറയുന്ന വിഷയം വളരെ ശക്തമായി ഉന്നയിക്കുന്നു. അത് രാഹുൽ ഗാന്ധിയും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി പിന്നീട് എന്താ പിണറായി വിജയൻ അകത്ത് പോകാതിരിക്കുന്നത്? അത് തെറ്റായ ഉപമയാണെങ്കിൽ കൂടിയും അരവിന്ദ് കെജ്രിവാളിനെ ഉപമിച്ചുകൊണ്ട് ഇയാൾ അകത്ത് പോകാതിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അന്തർധാരയാണ് എന്ന് പറയുന്നു. ഈ അർത്ഥത്തിലൊക്കെ ഈ മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് ബാങ്ക്, കൺസോൾട്ടേറ്റഡ് വോട്ട് ബാങ്ക് ഇനി ഒരു കാരണവശാലും LDFലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടരുത് എന്നുള്ളതിൻ്റെ ഒരു പ്രധാന തന്ത്രമായിട്ട് UDF അത് ശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചിട്ടുണ്ട്. മറുവശത്ത് എന്താണ് LDF ചെയ്തത്? CAA പോലൊരു വിഷയം എടുത്തു വെച്ച് അതിശക്തമായി അതിനെ പ്രതിരോധിച്ചു അല്ലേ? ഈ പറയുന്ന കോൺഗ്രസ്സിന് ഒരു ശക്തമായ നിലപാടില്ല എന്ന് മാത്രമല്ല, ഈ കാര്യത്തിൽ ഫാസിസത്തെ എതിർക്കുന്നത് ഇടതുപക്ഷമാണ് എന്നും അതിനോട് സമസ്തയിലെ പോലും നേതാക്കൾ ചിലർ പരസ്യമായി വന്ന് പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനൊരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, പത്മജ വേണുഗോപാലിനെ പോലൊരു നേതാവ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങളിൽ നേരെ മറുകണ്ഠം ചാടുന്ന സാഹചര്യം, രഘുനാഥ് ഒരു സ്ഥാനാർത്ഥിയായിട്ട് സുധാകരനെതിരെ കണ്ണൂരിൽ വരുന്ന സാഹചര്യം, അനിൽ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന സാഹചര്യം. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു എന്താ പറയുക, നല്ലൊരു ഫൈറ്റ് ഈ കാര്യത്തിൽ നടന്നു. അപ്പോൾ ഞാൻ പറയുന്ന ആദ്യഘട്ടത്തിൽ UDFനുണ്ടായിരുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും സംഭവിക്കുന്ന അഡ്വാൻറ്റേജ് രണ്ടാം ഘട്ടമായപ്പോഴത്തേക്കും സർക്കാർ വിരുദ്ധ തരംഗത്തെ മുതലാക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നീട് LDF ഈ അജണ്ടയിൽ ഒരു മാറ്റം കൊണ്ടുവരികയും ഒരു മത്സരം ഉണ്ടാവുകയും ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഏകപക്ഷീയമായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എങ്കിൽ അടുത്ത 2 ഘട്ടങ്ങൾ കഴിയുമ്പോൾ ഈ ഏകപക്ഷീയമല്ലാതാക്കാൻ LDFന് സാധിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഞാൻ ഈ KPCC പറയുന്ന 5 മണ്ഡലങ്ങളല്ല, ഞാനൊരു 6 മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഒന്ന് ആറ്റിങ്ങലിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇനി ഈ 6 മണ്ഡലങ്ങളിലെ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഇതൊന്നും തന്നെ ഈ പറയുന്ന ഘടകങ്ങൾക്ക് പുറത്ത് ചില ഘടകങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ സ്ഥാനാർത്ഥികളുടെ ആയി ബന്ധപ്പെട്ട് തന്നെയാണ് ഇവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. ഒന്ന്, ഇപ്പോൾ ഈ ആറ്റിങ്ങൽ മണ്ഡലം എടുത്താൽ 3 ഈഴവ സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കുന്നത്. എനിക്ക് ഉറപ്പാണ് ഈ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രനേക്കാൾ 1 വോട്ട് കൂടുതൽ അവിടെ സംഘടിപ്പിക്കുക എന്നുള്ളത് അയാളുടെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാണ്. ആ അർത്ഥത്തിൽ അയാൾ അവിടെ ആ പണി എടുത്തിട്ടുണ്ട്. അടൂർ പ്രകാശ് എന്താ ചെയ്തതെന്നറിയാവോ? അടൂർ പ്രകാശ് പിൻവാങ്ങി നിൽക്കുകയാണ് തുടക്കത്തിൽ ചെയ്തിട്ടുള്ളത്. KC വേണുഗോപാലിൻ്റെ ഒരു ഇൻഡാസ് ഉണ്ടായിരുന്നു പിന്നീട്. അതായത് ഈ 24 തോറ്റിട്ട് 26 MLA ആയിട്ട് മത്സരിച്ച് ജയിച്ച് മന്ത്രിയാകാൻ ആരും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞതിന് ശേഷമാണ് അടൂർ പ്രകാശ് അവിടെ കാര്യമായി പ്രവർത്തിച്ചു തുടങ്ങിയെന്നൊരു അടക്കം പറച്ചിൽ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. ജോയി ആ മണ്ഡലം നന്നായി അറിയാവുന്ന ആ മണ്ഡലത്തിലെ ശക്തനായ നേതാവുമാണ്. ആ അർത്ഥത്തിൽ ഈ കാൻഡിഡേറ്റ്സുമായി ബന്ധപ്പെട്ടാണ് ആറ്റിങ്ങലിലെ
ശക്തമായ മത്സരം നടക്കുന്നത്. ആ മത്സരം പ്രവചനാതീതമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മാവേലിക്കരയ്ക്ക് വന്നാൽ വീണ്ടും കാൻഡിഡേറ്റാ പ്രശ്നം. 35 വർഷമായിട്ട് അവിടെ MP ആണ് ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷ്. ഒരു ലോക്കൽ ഇൻകംബൻസി ഉണ്ട്. മറുവശത്ത് അരുൺകുമാറിനെ പോലെ ഒരു യുവാവായിട്ടുള്ള സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു എന്നുള്ളത് അവിടെ വലിയ മത്സരത്തെ കടുപ്പിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ തൃശ്ശൂരും ആലത്തൂരും ശക്തമായ മത്സരം നടന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെയും സ്ഥാനാർത്ഥിയാണ് പ്രശ്നം. ആലത്തൂർ രാധാകൃഷ്ണനെ പോലെ സ്ഥാനാർത്ഥി വന്നു എന്നുള്ളത് ഈ ഫാക്ടേഴ്സിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഘടകമാണ്. അവിടെ ഒരു വലിയ ഫൈറ്റ് നടന്നിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. തൃശ്ശൂരോ അതിമനോഹരമായ ഈ തീപാറുന്ന മത്സരം നടന്നിരിക്കുന്നു, ഒരു ത്രികോണ മത്സരം. അവിടെയും സ്ഥാനാർത്ഥികൾ തന്നെയാണ് പ്രശ്നം. സുനിൽകുമാറിനെ പോലൊരു സ്ഥാനാർത്ഥി വരുന്നതോടുകൂടി സെനാറിയോ മാറുകയാണ്. ഈ പറയുന്ന കെ മുരളീധരനെ പോലൊരു കരുത്തൻ വരുന്നതോടുകൂടി വീണ്ടും സെനാറിയോ മാറുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ കാൻഡിഡേറ്റ്സ് മാറ്റേഴ്സ് എന്നുള്ളതാണ്. അവിടെ നോക്ക്, കണ്ണൂർ കെ സുധാകരനെതിരെ ഒരു ലോക്കൽ ഇൻകംബൻസി ഉണ്ടല്ലോ. സുധാകരൻ അവിടെ ഈ പ്രാവശ്യം മത്സരിക്കുന്നവരും വിചാരിക്കാതിരുന്ന ഒരാളാണ്. ആ കോൺസ്റ്റിറ്റ്യുവൻസിയെ തീരെ നഴ്സ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. ആ അർത്ഥത്തിൽ സുധാകരൻ വരുമ്പം MV ജയരാജനെ പോലൊരു നേതാവ് വന്നപ്പോൾ മത്സരം കടുത്തു. പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം, പാലക്കാടാണ് ഞാൻ വിചാരിക്കുന്ന അടുത്ത മണ്ഡലം, പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം വെറുതെ തോറ്റു കൊടുത്തതാണ്. അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായിരുന്ന ഒരു പടലപ്പണക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ 11,000 അടുത്ത വോട്ടിനാണ് അവിടെ പാലക്കാട് തോറ്റത് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിച്ചിരുന്നെങ്കിൽ അവിടെ വിജയിക്കുമായിരുന്നു. പാലക്കാടാണ് കിട്ടേണ്ടിയിരുന്ന ഒരു മണ്ഡലം യഥാർത്ഥത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം CPM-ൻ്റെ കയ്യിലിരിപ്പുണ്ട് പാലക്കാട് നഷ്ടപ്പെടുകയും കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പുണ്ട് ആലപ്പുഴ നഷ്ടപ്പെടുകയും ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ 6 മണ്ഡലങ്ങളിൽ അതിശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. മത്സരം ഏകപക്ഷീയമല്ലാതാക്കാൻ LDF-ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന സർക്കാർ വിരുദ്ധ തരംഗം, ഈ മുസ്ലിം ക്രിസ്ത്യൻ വോട്ട്സിലെ നല്ലൊരു വിഭാഗം UDF-ന് അനുകൂലമായി ചിന്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു റിസൾട്ടിലേക്ക് UDF പോകും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത. ഞാനിപ്പോഴും വിചാരിക്കുന്നു യുക്തിപരമായ കണക്ക് KPCC എന്ന് പറഞ്ഞിട്ടുള്ളത് 16-4 എന്നുള്ളത് വളരെ യുക്തിപരമായ കണക്കാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ 2 ഫാക്ടേഴ്സും, ഈ പറയുന്ന സർക്കാർ വിരുദ്ധ തരംഗം ഒരു വികാരമായി നിന്നിട്ടുണ്ട് എങ്കിൽ ഈ ക്രിസ്ത്യൻ മുസ്ലിം കൺസോൾട്ടേഷനിൽ ഒരു നല്ല ഒരു 80% ഒക്കെ ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ UDF, അതായത് LDF-ന് അത് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു 20% ഒക്കെ അപ്പുറത്തോട്ട് പോയിട്ടുള്ളതെങ്കിൽ 20 വരെ പോയാലും അത്ഭുതപ്പെടാനില്ല. പ്രവചനാതീതമാണ് ആ അർത്ഥത്തിൽ ഈ മത്സരം. പക്ഷേ 16-4 എന്നുള്ളത് ഒരു യുക്തിപരമായ വിലയിരുത്തലാണ്. അത് അമിതമായ ആത്മവിശ്വാസമായി കാണാൻ എനിക്ക് പ്രയാസമുണ്ട്. കാരണം സാഹചര്യപരമായിട്ടുള്ള ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഒക്കെ തന്നെയും ഈ പ്രാവശ്യം UDF-ന് അനുകൂലമായിരുന്നു. അത് UDF-ന് ഒരു അഡ്വാൻറ്റേജ് നൽകിയിട്ടുണ്ട്. KPCC-യുടെ നേതൃയോഗത്തിൽ ഇന്ന് സംഭവിച്ചത് എന്താണ്? ഇന്ന് സംഭവിച്ചത്, ഇന്ന് KC വേണുഗോപാൽ സംസാരിച്ചതിനു ശേഷം രാജ്മോഹൻ ഉണ്ണിത്താനാണ് ആദ്യം സ്ഥാനാർത്ഥികൾ സ്വയം വിലയിരുത്തുകയായിരുന്നു, അവരുടെ വിജയസാധ്യതകൾ, അവരോരോ മണ്ഡലത്തിലും നേരിട്ട പ്രശ്നങ്ങൾ. KC വേണുഗോപാൽ സംസാരിച്ച് കഴിഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്. 25,000 മുതൽ 50,000 വോട്ടിൻ്റെ വരെ ഭൂരിപക്ഷത്തിൽ ഇത്തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിക്കും എന്നുള്ളതാണ് ഉണ്ണിത്താൻ്റെ ഒരു ആത്മവിശ്വാസം. തുടർന്ന് ഓരോരുത്തരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഇന്നിപ്പോൾ K മുരളീധരൻ്റെതായി പല മാധ്യമങ്ങളിലും വന്നൊരു തെറ്റായ വാർത്ത, ജോസ് വെള്ളൂരിനെയും ഒപ്പം TN പ്രതാപനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയെന്നാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത്തവണ കേന്ദ്രത്തിൽ നിന്ന് പണമൊക്കെ കൃത്യമായിട്ട് കിട്ടി എന്നുള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. 5.5 കോടി. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട്, സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും ഒരു സ്ഥാനാർത്ഥിക്കും നേരിടേണ്ടി വന്നില്ല എന്നാണ് K മുരളീധരൻ പറഞ്ഞത്. എന്നിട്ട് തമാശയായിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം, അത് ഒരു ദാക്ഷിണ്യവും കാണിച്ചിട്ടില്ല ആര് TN പ്രതാപനും ജോസ് വെള്ളൂരും ആ പണം ചെലവാക്കാനൊന്നും, വളരെ കൃത്യമായി തന്നെ ചെലവാക്കി എന്ന് തമാശ രൂപത്തിൽ പറഞ്ഞതാണ്. പുറത്താരോ ഇത് ജോസ് വെള്ളൂരിനും TN പ്രതാപനും എതിരായിട്ടാണ് K മുരളീധരൻ സംസാരിച്ചത്. K മുരളീധരൻ 3-ാം സ്ഥാനത്തായി പോകും, TN പ്രതാപൻ പാലം വലിച്ചു, ജോസ് വെള്ളൂർ പാലം വലിച്ചു എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇന്ന് പറഞ്ഞിരിക്കുന്നത് 25,000 വോട്ടിനെങ്കിലും K മുരളീധരൻ തൃശ്ശൂരിൽ വിജയിക്കും എന്ന ആത്മവിശ്വാസമാണ് പറഞ്ഞിരിക്കുന്നത്. അതും കൃത്യമായി തന്നെ പറയുന്നു, നാട്ടികയിലും ഒപ്പം പുതുക്കാടും അല്ലെ, ഈ 2 മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ഒല്ലൂരും കൂടി CPI മേധാവിത്വം നിലനിർത്തിയാലും തൃശ്ശൂരിൽ 1-ാം സ്ഥാനത്തെത്തും എന്നുള്ളത് കൃത്യമായ ഒരു കണക്കാണ്. അവിടെ 2-ാം സ്ഥാനം എന്നുള്ളത് സുരേഷ് ഗോപിക്കായിരിക്കും തൃശ്ശൂർ നിയമസഭയിൽ. അപ്പോൾ അതാണ് കണക്കിന് K മുരളീധരൻ പറഞ്ഞിരിക്കുന്ന കണക്കായി മനസ്സിലാക്കുന്നത്. 400,000 വോട്ടിന് K മുരളീധരൻ തൃശ്ശൂരിൽ ജയിക്കുമെന്ന് പറയുന്നു. വടകരയിൽ 85,000 മുതൽ 100,000 വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ ജയിക്കുമെന്ന് പറയുന്നു. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് ആശങ്കയുണ്ടോ എന്ന ചോദ്യത്തിനും നമുക്ക് കിട്ടിയ സോഴ്സിൽ നിന്ന് മറുപടി, കൊടിക്കുന്നിൽ സുരേഷും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മാവേലിക്കരയിൽ പരാജയപ്പെടില്ല. അവസാന നിമിഷം കൊടിക്കുന്നിൽ സുരേഷിന് അവിടെയുള്ള ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന പ്രചരണത്തെ അതിജീവിക്കാൻ സാധിച്ചു. പക്ഷേ ആദ്യഘട്ടത്തിൽ വലിയ ശക്തമായ പ്രചരണം നേരിട്ട ഒരു സ്ഥാനാർത്ഥി, ഒന്ന് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും മറ്റൊന്ന് K സുധാകരനുമായിരുന്നു. കണ്ണൂരിൽ K സുധാകരൻ തന്നെ ആദ്യമേ പറയുന്നുണ്ട്, പ്രചരണത്തിൻ്റെ ആദ്യ ലാപ്പിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടു. കാര്യം പ്രചരണത്തിൽ MV ജയരാജനും സംഘടനാശേഷി കൊണ്ട് മുന്നിലായിരുന്നു, ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മുന്നിലായിരുന്നു. ബാക്കിയുള്ള എല്ലാ സ്ഥാനാർത്ഥികളും തികഞ്ഞ ആത്മവിശ്വാസമാണ്
ഇത് KPCCയുടെ നേതൃയോഗത്തിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഏതെങ്കിലും സീറ്റിൽ പരാജയപ്പെടുമെന്ന് KPCC നേതൃയോഗം വിലയിരുത്തിയിട്ടില്ല. ഇനി യാഥാർത്ഥ്യത്തിലേക്ക് വന്നാൽ 5 സീറ്റുകളുടെ കാര്യത്തിൽ ടൈറ്റായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് KPCCയുടെ കണക്കുകൂട്ടൽ. മൊത്തം 20 മണ്ഡലങ്ങൾ എടുത്താൽ കോൺഗ്രസ് ഈ 16 എണ്ണത്തിലും വിജയിക്കും എന്ന ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും ചില മണ്ഡലങ്ങളെങ്കിലും അവസാന നിമിഷം എന്ത് സംഭവിക്കാം എന്നുള്ളൊരാശങ്കയിലുണ്ട്. അതിലൊന്നാണ് പാലക്കാട്. പക്ഷേ അവിടെ VK സീഡൻ പറയുന്നത് 25,000 വോട്ടിന് ഷുവറാണ് എന്നാണ്. എന്നാൽ മറുഭാഗത്ത് CPM-ൻ്റെ, നമ്മളെപ്പോഴും CPM-ൻ്റെയും KPCC-യുടെയും തിരഞ്ഞെടുപ്പാനന്തര കണക്കുകൂട്ടലുകൾ നോക്കിയാൽ ഏറെക്കുറെ ഷാർപ്പായിട്ടുള്ള കണക്ക് വരുന്നത് CPM-ൻ്റെയാണ്. കാരണം പല ബൂത്തുകളിലും കോൺഗ്രസ്സിന് ഏജന്റുമാർ പോലും ഇല്ലാതിരുന്ന ചില സാഹചര്യം ഇത്തവണയും ഉണ്ടായി ചില മണ്ഡലങ്ങളിലെങ്കിലും. പക്ഷേ CPM-ൻ്റേത് വളരെ കൃത്യമായൊരു കേഡർ സംവിധാനമായതുകൊണ്ട് തന്നെ ആരൊക്കെ വോട്ട് ചെയ്യാൻ വന്നു, ഏതൊക്കെ സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തു, ഏതൊക്കെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് കണക്കുണ്ട്. പാലക്കാട് അവരുടെ കണക്ക്, പാലക്കാട് ബൂത്ത് ഏജന്റുമാർ കൊടുത്ത കണക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. വരുന്നത് 2 മണ്ഡലങ്ങളാണ്. ഒന്ന് മണ്ണാർക്കാട്, പിന്നൊന്ന് വരാൻ സാധ്യതയുള്ളത് മണ്ണാർക്കാടും പാലക്കാട് ടൗണുമാണ്. അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള മലമ്പുഴയിൽ, കോങ്ങാട്, ഒറ്റപ്പാലത്ത്, ഷൊർണൂർ ഈ 4 ഇടങ്ങളിലും ഈ CPM-ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ പട്ടാമ്പി അടക്കം കോൺഗ്രസിന് ലീഡ് കൊടുക്കുകയാണെങ്കിൽ അത് ഷൊർണൂർ കൊണ്ട് മാനേജ് ചെയ്യും എന്നതാണ് CPM-ൻ്റെ കണക്കുകൂട്ടൽ. 25,000 മുതൽ 40,000 വോട്ടുകൾക്ക് വിജയരാഘവൻ്റെ വോട്ട് കൃത്യമായി പോൾ ചെയ്ത് വിജയസാധ്യതയുണ്ട് എന്നാണ് പാലക്കാട് നിന്നും CPM-ൻ്റെ ആഭ്യന്തരമായിട്ടുള്ള കണക്കുകൾ പറയുന്നത്. ഇതേ കണക്ക് വടകരയിലും പറയുന്നുണ്ട്. വടകരയിൽ വളരെ സങ്കീർണമായൊരു പ്രശ്നമുണ്ട്. വടകരയിൽ ഇന്നിപ്പോൾ ഷാഫി പറഞ്ഞിരിക്കുന്നത് അവിടെ കണ്ട വലിയൊരു മാസിൻ്റെയും ഒപ്പം തന്നെ മുസ്ലിം കൺസോളിഡേഷൻ തനിക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം കണക്കാക്കുന്നു. CPM-ൻ്റെ മുസ്ലിം വോട്ടുകളെല്ലാം കൃത്യമായി CPM-ന് വീണിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. അവിടെ നിർഭാഗ്യകരമായ രീതിയിൽ വളരെ കമ്മ്യൂണലായ ഒരു പോളറൈസേഷൻ അവിടെ പ്രചരണത്തിൽ കണ്ടു. അത് റിഫ്ലക്റ്റ് ചെയ്തേക്കാം. പക്ഷേ അവിടെ നാദാപുരം മേഖലയിലേക്കൊക്കെ നമ്മൾ പോയി സംസാരിക്കുമ്പോൾ ഈ മൃദു ഹിന്ദു വോട്ടുകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ പോളറൈസ്ഡ് ആയിരിക്കുന്ന വോട്ടുകളിൽ ചിലത് CPM-ലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന സൂചനകളും ഫീൽഡിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ആ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം, അതൊരു സാമൂഹ്യ സ്വഭാവം കൊണ്ടോ ആയിരിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം വടകരയിൽ ഇനിയും കൃത്യമായ മനസ്സ് തുറക്കാത്തൊരു വിഭാഗം വടകരയിൽ സ്ത്രീ വോട്ടർമാരാണ്. നമ്മൾ ഫീൽഡിൽ പോകുന്ന സമയത്ത് പലതവണ നമ്മൾ വടകരയിൽ പലയിടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ സ്ത്രീ വോട്ടർമാരെ കണ്ട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ദാറ്റ്സ് എ വെരി സ്ട്രൈക്കിംഗ് ക്വസ്റ്റ്യൻ. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞങ്ങൾ ശൈലജ ടീച്ചറിനെ പരാജയപ്പെടുത്തി നിങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്നാണ് ചോദിക്കുക. ഞങ്ങൾ ശൈലജ ടീച്ചറിനെ പരാജയപ്പെടുത്തിയാൽ നിങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ നാടിനെ കുറിച്ച് എന്താ പറയുക? പ്രൈമറി ഹെൽത്ത് സെൻറ്റർ തന്നത് ടീച്ചറാണ്, അടിസ്ഥാനമായ പ്രവൃത്തികൾ ചെയ്തത് ടീച്ചറാണ്. ആ ടീച്ചറിനെ പരാജയപ്പെടുത്താൻ നമുക്ക് പറ്റൂല എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയും വടകരയിൽ കണ്ടിട്ടുണ്ട്. ഈ വോട്ടർമാർ കൺസോളിഡേറ്റ് ചെയ്ത് ടീച്ചറിനൊപ്പം പോയിട്ടുണ്ടെന്നൊരു വിലയിരുത്തൽ CPM-നുണ്ട്, വടകര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെയുണ്ട്. എന്നാൽ മറുഭാഗത്ത് ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ പൂർണ്ണമായിട്ടും UDF-ൻ്റെ വോട്ടുകളായിട്ട് മാറിയിട്ടുണ്ട് എന്നും പറയുന്നു. പക്ഷേ ആദ്യഘട്ടത്തിലുള്ള 2 പ്രചരണവും വടകരയിൽ പാളിപ്പോയി. അതിലൊന്ന് കോവിഡ് കള്ളി എന്ന രീതിയിലുള്ള ഒരു വ്യക്തി അധിക്ഷേപം നടത്തിയ പരാമർശം, രണ്ടാമത്തത് TP ചന്ദ്രശേഖരനെ മുൻനിർത്തിയും പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട്. ഇത് രണ്ടും അവിടെ വോട്ടായിട്ട് മാറിയിട്ടില്ല. പക്ഷേ അതിനുശേഷം വന്ന ചില പ്രചരണങ്ങൾ, ഷാഫി പറമ്പലിൻ്റെ വ്യക്തിഗതമായിട്ടുള്ളൊരു സാന്നിധ്യം, ഇതൊക്കെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വടകരയിലും കൊടുത്തിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചുരുങ്ങിയത് ഇന്ന് KPCC നേതൃയോഗം വിലയിരുത്തിയിരിക്കുന്നത് വലിയ ആത്മവിശ്വാസമാണെങ്കിലും ഓൺ ഗ്രൗണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ സംശയമുണ്ട്, മാവേലിക്കര മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ സംശയമുണ്ട്, ഒപ്പം ഈവൻ കോട്ടയത്തിൻ്റെ കാര്യത്തിലും ചില സംശയം പറയുന്നുണ്ട്. ഫ്രാൻസിസ് ജോർജിനെ ആദ്യഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ജോർജ് പറയുന്നൊരു കാര്യം, ഞാനൊന്നും മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ഒരാളാണ്. ഇവിടെയുള്ള UDF-ലെ പല പ്രാദേശിക നേതാക്കളെ പോലും എനിക്ക് പേരെടുത്ത് വിളിച്ചു പറയാൻ പറ്റുന്നില്ല, അവരോട് എനിക്ക് സഹകരിക്കാൻ പറ്റുന്നില്ല. മറുഭാഗത്ത് അങ്ങനല്ല, CPM-ൻ്റെ മെഷീനറിയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ മെഷീനറിയും വോട്ട് ചെയ്തു. അതിനേക്കാൾ വലിയൊരു പ്ലെയർ എവിടെയുണ്ട്? കോട്ടയത്തുണ്ട്. ആ പ്ലെയറാണ് രണ്ടില എന്ന് പറയുന്നൊരു പ്ലെയർ. ഈ രണ്ടില എന്നുള്ളത് വൈകാരികമായി അറ്റാച്ച്ഡ് ആണ് അവിടുത്തെ വോട്ടർമാരോട്. അപ്പോൾ അവർ പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ഓട്ടോറിക്ഷയും ഈ രണ്ടിലയും തമ്മിലുള്ള മത്സരത്തിൽ കൂടെ അവിടെ കിടപ്പുണ്ട്, അതവിടെ കിടക്കട്ടെ, പക്ഷേ ഈ രണ്ടില എന്നുള്ളത് വൈകാരികമായി ബന്ധമുണ്ട്. അത് പലപ്പോഴും ഒരു അനുകൂലമായ ഘടകമായി മാറുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടിയുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണക്കുകൂട്ടലിൽ LDF-ൻ്റെ കണക്കുകൂട്ടലിൽ കോട്ടയം കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. LDF കണക്ക് കൂട്ടുന്നത് 12-8 എന്ന രീതിയിലായിരിക്കും ടാലി വരാൻ സാധ്യതയുള്ളത്. KPCC കണക്ക് കൂട്ടുന്നത് ഒരുപക്ഷെ 15-5 എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 14-6 എന്നൊരു കണക്ക് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ അതിൽ ഞാൻ വടകര കൂടി കൂട്ടുന്നുണ്ട്. കാര്യം വടകരയിലെ ഗ്രൗണ്ട് റിയാലിറ്റി അതാണ്. അതിനുശേഷം കാസർഗോഡ് LDF സ്ഥാനാർത്ഥിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ്.
ഒരു 1,00,000 വോട്ടാണ് അദ്ദേഹവും പറയുന്നത്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥിത്വം വലിയ പ്രശ്നമായിരുന്നു, ചില ഘട്ടങ്ങളിലെങ്കിലും അവിടുത്തെ സമുദായ സമവാക്യങ്ങളോട് ചേർന്ന് പോകാത്തതാണ്. അപ്പോൾ ചുരുക്കത്തിൽ എൻ്റെ ടേക്ക് ഇതാണ്, 14-6 വലിയ രീതിയിൽ കണക്ക് തെറ്റാനുള്ള സാധ്യതയില്ല. 1-2 സീറ്റുകളുടെ കാര്യത്തിൽ മാത്രം മുൻപോ പിന്നിലോട്ടോ പോയേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ആ മാർജിൻ ഇതിനുള്ളിൽ നിൽക്കുന്നതാണ്, കണക്ക് തെറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നികേഷ് കുമാർ. UDF 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ അതിശക്തമായ മത്സരമുണ്ട് എന്ന് പറയുന്നത് ഒരു കൊട്ടക്കണക്കാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള മെഷീനറി ഇല്ല. നേരത്തെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂറിന് 234 ബൂത്തുകളിൽ ആളിരിക്കാനുണ്ടായിരുന്നില്ല. ഇന്ന് കെ മുരളീധരൻ ഈ യോഗത്തിൽ അദ്ദേഹത്തിനും 200-ലധികം ബൂത്തുകളിൽ ആളുണ്ടായിരുന്നു. തൃശ്ശൂരൊക്കെ തന്നെയും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട കോട്ടകളിലൊന്നാണ്. അവിടെ പോലും ബൂത്തിൽ ആളിരിക്കാനില്ലാത്ത ഒരവസ്ഥയുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഇന്നിപ്പോൾ നേതൃയോഗം എടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് ഈ മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികളോട് ഈ വോട്ട് ചെയ്യാതെ നിന്ന ആളുകളെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് റിപ്പോർട്ട് DCCക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, എത്ര ദിവസങ്ങൾ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഈ പറയുന്ന വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്താതിരുന്നത്? ഭരണവിരുദ്ധ തരംഗം സംസ്ഥാനത്തുണ്ടായി. ആ ഭരണവിരുദ്ധ തരംഗത്തെ സഹായിക്കാൻ വേണ്ടി ഈ പറയുന്ന 5-6% ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ UDFന് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് UDF അദൃശ്യമായി നീങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിധിന്യായം വരുമ്പോൾ ഈ പറയുന്ന DCCകൾ എത്തുന്ന കൺക്ലൂഷനും കൂടി കൂട്ടിച്ചേർക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ രണ്ടും പ്രധാനമായും ഈ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തിയ സാഹചര്യത്തിൽ ഞാൻ വേറൊരു പോയിന്റിലേക്ക് വരാം. ഞാൻ ആ പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പോയിന്റ് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ UDFനെ സംബന്ധിച്ചിടത്തോളം പരാജയ സാധ്യതയുണ്ട് എന്നുള്ള അവരുടെ വിലയിരുത്തലൊരു കൊട്ടക്കണക്കാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, തൃശ്ശൂർ മണ്ഡലങ്ങളിൽ അതത് സ്ഥാനാർത്ഥികൾ തന്നെ കൺസീഡ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾക്ക് 200-ലധികം ബൂത്തുകളിൽ ആളിരിക്കാനുണ്ടായിരുന്നില്ല എന്നുള്ളത്. പല ബൂത്തുകളുടെയും സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ആദ്യ ഘട്ടത്തിലൊന്ന് വന്ന് ഇരുന്നിട്ട് പോകുന്നു എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അത് UDFൻ്റെ ഒരു പരമ്പരാഗതമായ വീക്ക്നെസ് ആണ് കേട്ടോ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മാത്രമല്ല. അവിടെയാണ് കെ സുധാകരൻ അദ്ദേഹം KPCC പ്രസിഡൻ്റായി സ്ഥാനമേൽക്കുന്ന ഘട്ടത്തിലൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഈ പാർട്ടിയെ ഞാനൊരു സെമി കേഡർ പാർട്ടിയാക്കും എന്ന്. ഇപ്പോൾ എവിടെയാണ് കോൺഗ്രസ് നിൽക്കുന്നത് എന്ന് നോക്കിയാൽ നോക്കൂ, അവിടേക്കാണ് ഞാൻ വരുന്നത്. അതായത് നമ്മളിപ്പോൾ കാണുന്ന UDF രാഷ്ട്രീയത്തിലൊരു പ്രധാനപ്പെട്ട സംഭവവികാസം നടക്കുന്നുണ്ട്. കെ സുധാകരൻ കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ KPCC അധ്യക്ഷനായി ഇന്ദിരാഭവനിലെത്തി സ്ഥാനമേൽക്കാൻ തീരുമാനിച്ചയാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഞാനാണ് KPCC പ്രസിഡന്റ് എന്നാണ് വരുന്നത്. ആ ഘട്ടത്തിലാണ് MMSN ഒരു തെരഞ്ഞെടുപ്പ് അവലോകന മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നും KPCC അധ്യക്ഷനായി കെ സുധാകരന് സ്ഥാനമേൽക്കാൻ അത് കഴിഞ്ഞേ സാധിക്കൂ എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തിങ്കളാഴ്ച, അതായത് മറ്റന്നാൾ അദ്ദേഹം സ്ഥാനമേൽക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയും ചെയ്തത്. അവിടെയാണ് ദീപാദാസ് മുൻഷിക്ക് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അയച്ച കത്തിൽ ഇങ്ങനെ പറയുന്നത്: അൺടിൽ ദ കൺക്ലൂഷൻ ഓഫ് പാർലമെൻറ്റ് ഇലക്ഷൻസ് ഗിവൺ ദ കറന്റ് PCC പ്രസിഡൻസ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ ഓൺ ഗോയിങ് ഇലക്ഷൻസ് MMSന് ചുമതല നൽകി എന്നുള്ളതാണ്. അൺടിൽ ദ കൺക്ലൂഷൻ ഓഫ് പാർലമെൻറ്റ് ഇലക്ഷൻസ് എന്നാണ്. ആ സാഹചര്യത്തിൽ കെ സുധാകരന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ സാങ്കേതികമായി KPCC അധ്യക്ഷനായി സ്ഥാനമേൽക്കാനാകില്ല എന്നുള്ളതാണ്. അതിൽ വിഷണ്ണനാണ് കെ സുധാകരൻ. നോക്കൂ, ഇന്ന് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കെ സുധാകരൻ ഈ യോഗത്തിന് ശേഷം KPCC അധ്യക്ഷനായി ചുമതലയേൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇന്ന് ചുമതല ഏൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അദ്ദേഹം വിഷണ്ണനായി എന്ന വാക്കിനപ്പുറത്തേക്ക് അതൃപ്തനാണ് എന്നുള്ളതാണ്. രണ്ടാം ഘട്ടം അദ്ദേഹം അതൃപ്തനാണ്. ഞാൻ എൻ്റെ സോഴ്സിലൂടെ മനസ്സിലാക്കുന്നത് കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ അനുയായികളോട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനെ തിരികെ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അദ്ദേഹം രാജിവെക്കുമെന്ന് കൃത്യമായ ഉത്തരവാദിത്വ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. രണ്ടാമത്തെ മറുഭാഗത്തോ VD സതീശനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ VD സതീശനെ KPCC അധ്യക്ഷനായിട്ട് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരുന്നില്ല എങ്കിൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. VD സതീശനിലേക്ക് വന്നാൽ, VD സതീശനാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജയിക്കുകയാണെങ്കിലും തോൽക്കുകയാണെങ്കിലും, UDF ജയിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ UDF വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുകയാണെങ്കിലും ഇനി 5-6 സീറ്റുകൾ നഷ്ടപ്പെടുകയാണെങ്കിലും കെ സുധാകരനെ വെച്ച് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള നിലപാടാണ്. VD സതീശൻ കുറേയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞു അക്കാര്യത്തിൽ. ഒന്ന്, സുധാകരൻ സ്ഥാനമേൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നു എന്ന് മാത്രമല്ല, VD സതീശൻ A ഗ്രൂപ്പിലെ
ഷാഫി പറമ്പിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലുള്ള നേതാക്കളുമായിട്ടൊക്കെ തന്നെയും സംവേദിക്കുകയും അവരുടെ പിന്തുണ ഉറപ്പുവരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കെ സുധാകരൻ KPCC പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിട്ടുള്ളത് എ ഗ്രൂപ്പിനാണ്. എ ഗ്രൂപ്പിലെ പല അവരുടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, AI ഇക്വേഷൻ. ആ AI ഇക്വേഷനിൽ പലതും എ ഗ്രൂപ്പിനാണ് നഷ്ടപ്പെട്ടത്. എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം എ ഗ്രൂപ്പിന് ഒരു നേതൃത്വമില്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടല്ലോ. അപ്പോൾ എ ഗ്രൂപ്പിൻ്റെ കൂടി പിന്തുണ സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് VD സതീശൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. KPCC അധ്യക്ഷൻ തന്നെ കലഹിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നേരത്തെ ഉണ്ണി ചോദിച്ചൊരു വളരെ പെർട്ടിനൻ്റായിട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, KPCC അധ്യക്ഷൻ ഇനി കണ്ണൂരിൽ ജയിക്കുകയാണെന്ന് വിചാരിക്കട്ടെ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാംഗത്വം രാജിവെക്കുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം പോകാനിടയില്ല. കാരണം അദ്ദേഹത്തിന് BJP സ്ഥാനാർത്ഥിയായി വന്ന് മത്സരിച്ച് അവിടെ ജയിക്കാനാകില്ലല്ലോ. അപ്പോൾ ആ നിലയിൽ ചിലപ്പോൾ ആ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ തോൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ സുധാകരൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഒന്ന്, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ കഴിയാത്തയാൾ. രണ്ട്, ഈ പറയുന്ന സംഘടനാപരമായി ഇതിനെ ഒരു സെമി കേഡർ പാർട്ടിയാക്കി മാറ്റുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൂടുതൽ ദുർബലമാക്കുകയാണ് സംഘടനയെ ചെയ്തിരിക്കുന്നത് എന്നുള്ള പാർട്ടി കേഡറിൻ്റെ തിരിച്ചറിവ്. ഇത് യഥാർത്ഥത്തിൽ സുധാകരനെ സംബന്ധിച്ചിടത്തോളം വലിയ നിലയിൽ നമുക്ക് ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലൊക്കെ തന്നെയും വലിയ മാറ്റങ്ങളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാൻ പോകുന്നത്. നിലവിൽ നമുക്കറിയാം, രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുമായി മുന്നോട്ട് പോകുന്നു. KC വേണുഗോപാലിന് സ്വന്തമായ സംവിധാനമായി. അതേ സംവിധാനം തന്നെയാണ് യഥാർത്ഥത്തിൽ VD സതീശനും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്താണോ KC വേണുഗോപാലിൻ്റെ സ്ട്രക്ചർ, ആ സ്ട്രക്ചറിൽ നിന്നുകൊണ്ടാണ് VD സതീശൻ മുന്നോട്ട് പോകുന്നത്. ഇനി VD സതീശൻ കുറച്ചുകൂടി എ ഗ്രൂപ്പിനെ കൂടി സമാഹരിക്കാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പ് ധ്രുവീകരണം വ്യത്യസ്ത തലത്തിലേക്ക് പോകുന്നുള്ളതാണ്. കെ സുധാകരനെ മാറ്റാനുള്ള ശ്രമം ഏതെങ്കിലും തരത്തിൽ സംഘടനയ്ക്കുള്ളിൽ നടന്നാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം പൊട്ടിത്തെറിക്കിടയാക്കും. വേറെ ഒരു കാര്യം കൂടി പറഞ്ഞു നോക്കാം. നോക്കൂ, KC വേണുഗോപാലാണല്ലോ ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ രാഹുൽ ഗാന്ധിയൊന്നും റീച്ച് ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ KC വേണുഗോപാലുമായിട്ടാണ് സംസാരിക്കുന്നത്. നമ്മളത് പറയുന്നത് PCCയുടെ ഭാഗമായിട്ടുള്ളവർ KC വേണുഗോപാലായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ചാൽ KC വേണുഗോപാലിനെ സംബന്ധിച്ചുള്ള രണ്ടുപേരും പരാജയമാണെന്നുള്ള വിലയിരുത്തലാണ്. 2.5 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു, അല്ല 3 കൊല്ലത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ 3 കൊല്ലത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഈ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡൻറ്റും പരാജയമാണെന്നുള്ള വേറൊരു വിഭാഗം കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും മാറട്ടെ എന്നുള്ള നിലപാടുണ്ട്. അതിനുള്ള സാധ്യത കുറവാണ്. VD സതീശനെ ഇപ്പം മാറ്റുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക എന്നുള്ള തിരിച്ചറിവ് സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രത്യേകിച്ച് അനാരോഗ്യം കൂടി കാരണം കെ സുധാകരനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് VD സതീശനടക്കമുള്ള ഒരു വിഭാഗം. അവിടെ കെ സുധാകരൻ ആകെ പിന്തുണയുള്ളത് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ ഈ കൊട്ടക്കണക്കിന് അപ്പുറത്തേക്ക് പ്രധാനപ്പെട്ടത് ഈ കോൺഗ്രസിൽ ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറിയാണ്. അത് ജയിച്ചാലും തോറ്റാലും കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉറപ്പാണ്. ഓക്കെ, സുജയ. മുൻതൂക്കം UDF ഉണ്ട് എന്നുള്ളത് ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ കണ്ടുവന്നതാണ്. കാരണം 10 സീറ്റിൽ കൂടുതൽ UDF കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അത് മറുഭാഗത്ത് നിൽക്കുന്ന ഇപ്പോൾ NDAക്കായാലും LDFനായാലും അത് അറിയുകയും ചെയ്യാം. അവരുടെ കാൽക്കുലേഷനും ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് അവകാശപ്പെടുന്നത് 16-on-16 ആണ്. കോൺഗ്രസ് മത്സരിച്ച 16 സീറ്റിലും വിജയിക്കും, UDF 20 കിട്ടും. 20-20 എന്നതിൽ തന്നെ അവർ നിൽക്കുകയാണ്. പക്ഷേ 20-20 കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് അവിടെയുള്ള നേതാക്കളുടെ മറുപടിയിൽ നിന്നായാലും മാധ്യമ വാർത്തകളിൽ നിന്നായാലും അങ്ങനെ ഒരു കോൺഫിഡൻസ്, ആ ഒരു കോൺഫിഡൻസ് പൂർണ്ണമായി എന്നത് നമ്മൾ പറയേണ്ടി വരും. കാരണം ഈ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലെ വീഴ്ചയാണ്. ആ വീഴ്ചയെക്കുറിച്ച് ആ യോഗത്തിൽ കാര്യമായ ചർച്ച നടന്നിട്ടുണ്ട്. അതേക്കുറിച്ച് വിശദമായ ചർച്ച തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഓരോ മണ്ഡലത്തിലെയും വീഴ്ച പ്രത്യേകം എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മറ്റ് പുറത്തു വന്ന വാർത്തകൾ, ഇപ്പോൾ തൃശ്ശൂർ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ കെ മുരളീധരൻ അത് തള്ളി പറഞ്ഞു എങ്കിൽ പോലും തൃശ്ശൂരിൽ കെ മുരളീധരൻ അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതിനൊരു കാരണമുണ്ട്. VS സുനിൽകുമാറിന് മുൻതൂക്കം കിട്ടും എന്ന് പറയുന്ന മണ്ഡലങ്ങൾ പ്ലസ് സുരേഷ് ഗോപി അവിടെ മുൻതൂക്കം നേടാൻ കഴിയുന്ന ഒരു മണ്ഡലം മാത്രമല്ല, 2ാം സ്ഥാനത്തെ എത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് കെ മുരളീധരൻ അതിനെ മൈൽഡാക്കുകയാണ്. പക്ഷേ പലയിടങ്ങളിലും വോട്ട് ഭിന്നിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് തൃശ്ശൂരിലെ ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ശശി തരൂരിന് നല്ല ഫൈറ്റ് തന്നെ അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ടൈറ്റ് ഫൈറ്റ് ആറ്റിങ്ങലിലും കണ്ണൂരിലും പാലക്കാടും മാവേലിക്കരയും മാത്രമാണ് നടന്നത് എന്ന് പറയുന്നത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കടുത്ത മത്സരം, കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള ഒരു വലിയ തരംഗത്തിലുണ്ടായ ഭൂരിപക്ഷമൊന്നും
ഇത്തവണ UDF സ്ഥാനാർത്ഥികൾക്ക് ആർക്കും തന്നെ ഒരു മണ്ഡലത്തിലും ഇൻക്ലൂഡിംഗ് രാഹുൽ ഗാന്ധി ഒരു മണ്ഡലത്തിലും നേടാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പോളിംഗ് ശതമാനം കുറവാണെങ്കിലും പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോട്ട് എക്സാക്റ്റായി അതേ ഫിഗർ നിലനിർത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അത് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഈ നിശബ്ദ തരംഗമെന്ന് പറയുന്നത് അത്രയ്ക്കൊരു അഡ്വാൻറ്റേജ് UDF ആണ് എന്ന് ഞാൻ കരുതുന്നുമില്ല. പിന്നെ പോളിംഗ് കുറഞ്ഞത് ഇടതുമുന്നണിക്ക് ക്ഷീണമാകും എന്നുള്ള വിലയിരുത്തൽ അത് മുൻ വർഷങ്ങളിലെ പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിൽ വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ പോളിംഗ് കുറയുമ്പോൾ നേട്ടം ഉണ്ടാകുന്നത് ആർക്കാണ് എന്നതുകൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അത് UDF-നാണോ LDF-നാണോ എന്നുള്ളത്. കൂടുതൽ തവണയും പോളിംഗ് കൂടുമ്പോഴാണ് UDF-ന് നേട്ടമുണ്ടായതായി മുൻ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ പക്ഷേ അവർ എന്ത് ഫിഗർ വെച്ചിട്ടാണ് ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല. പോളിംഗ് കുറഞ്ഞത് ഇടതുമുന്നണിക്ക് ക്ഷീണമാകും എന്നുള്ള വിലയിരുത്തലാണ് ഇന്നത്തെ യോഗത്തിൽ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കൺസോളിഡേഷന്റെ കൂടെ തൃശ്ശൂരിൽ അവർ പറയുന്നുണ്ട് കാന്തപുരം വിഭാഗത്തിന്റെ വോട്ട് മുഴുവൻ UDF-ലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. അത് ശരിയാകുമോ എന്നുള്ളത് ഫലം വരുമ്പോൾ മാത്രം വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. ആറ്റിങ്ങലിലെ SNDP വോട്ട് അത് അടൂർ പ്രകാശിന് കിട്ടി എന്നുള്ള വിലയിരുത്തൽ അത് പൂർണ്ണമായും ശരിയാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ആറ്റിങ്ങലിലെ ഒരു പ്രത്യേക സാഹചര്യം വെച്ച് ആ രീതിയിൽ സംഭവിക്കാനുള്ള ഒരു സാധ്യത എന്തായാലും ഞാൻ കാണുന്നില്ല. അതിൻ്റെ ഒരു ഫാക്ടർ വി ജോയിയാണ്, ഒരു ഫാക്ടർ വി മുരളീധരനാണ്. അപ്പോൾ ആ കാൽക്കുലേഷനും കൃത്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ബ്ലോക്ക് തലം മുതൽ KPCC തലം വരെ നടത്തിയ പുനഃസംഘടന, ആ പുനഃസംഘടനയിലെ പാളിച്ചകളാണ് നേരത്തെ നികേഷ് സാർ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലും ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം വളരെ നിർജ്ജീവമായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിന്റെ സമയത്തുള്ള ഏജന്റുമാരെ ഇരുത്തൽ മാത്രമല്ല, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം ഏറ്റവും നന്നായി നടത്തിയത് അത് BJP-യും CPIM-ഉമാണ്. CPI-യും പല മണ്ഡലങ്ങളിലും അവർക്ക് കൃത്യമായി എല്ലായിടത്തേക്കും എത്താൻ കഴിഞ്ഞുവെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു ലെസർ ആയിരുന്നു അവരുടെ ആക്ടിവിറ്റി എന്നുള്ളത് മണ്ഡലങ്ങളിൽ തന്നെ വിസിബിൾ ആയതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ചുവരെഴുത്തടക്കമുള്ള കാര്യങ്ങളായാലും എല്ലായിടങ്ങളിലും ആ ഒരു നിർജ്ജീവമായ ഒരു അവസ്ഥ കോൺഗ്രസിനുണ്ടായിരുന്നു. പിന്നെ പ്രചാരണത്തിന്റെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ അവർ ടൈം സ്പെൻഡ് ചെയ്തത് എന്തിനാണ്? അവർ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. ഇൻഫൈറ്റിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രചാരണത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിക്കാൻ കുറേ സമയം അവർക്ക് പോയിട്ടുണ്ട്. പിന്നെ ഒരു അജണ്ട സെറ്റിംഗ്, അത് 2016 പിണറായി വിജയൻ നടത്തി, വിജയം കൊയ്യുന്നു. ഇത്തവണ 2024 തെരഞ്ഞെടുപ്പിലും അജണ്ട സെറ്റിംഗ് നടത്താൻ കോൺഗ്രസിന് എത്രത്തോളം കഴിഞ്ഞു? കാരണം അവർക്ക് എല്ലാ സാഹചര്യവും അനുകൂലമായിരുന്നു. കാരണം ഭരണവിരുദ്ധ വികാരം അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കൃത്യമായ ടാക്ടിക്സ് പ്ലേ ചെയ്യാൻ കഴിയുന്ന കൃത്യമായ ഒരു ഗ്രൗണ്ട് അവരുടെ മുന്നിലുണ്ടായിരുന്നു. അത് എത്രത്തോളം ഉപയോഗിച്ചു എന്നുള്ളത് അവർ സ്വയം വിമർശനത്തോടെ വിജയമുണ്ടായാലും ഇല്ലെങ്കിലും അവർ പരിശോധിക്കേണ്ടതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ 2019 ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചേർന്ന് നടത്തിയിട്ടുള്ള അത് മറ്റ് ഗ്രൂപ്പ് ഭിന്നതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവസാനം ഇറങ്ങിയ ഒരു കൂട്ടപ്പൊരിച്ചിലുണ്ടായിരുന്നു. അത് ഇത്തവണ കണ്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അന്ന് നമ്മൾ ആ മൈക്ക് യുദ്ധം മുതൽ കാണുന്ന ഇൻഫൈറ്റിംഗ് VD സതീശൻ വേഴ്സസ് K സുധാകരൻ അത് ഇപ്പോഴും എവിഡൻ്റ് ആണ്. ഇപ്പോഴും VD സതീശൻ പലതും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. K സുധാകരൻ തെറിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ താഴെത്തട്ടിലെ സംഘടന ദുർബലമായതും പ്രവർത്തക പങ്കാളിത്തം കുറവായതും ഏറ്റവും വിസിബിളായ 2 മണ്ഡലങ്ങൾ അത് ആറ്റിങ്ങൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണുന്നത് ചാലക്കുടിയിലാണ്. ചാലക്കുടിയിലും ആ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അത് ബെന്നി ബെഹനാൻ സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം ചാലക്കുടിയിലുമുണ്ട്. 15 സീറ്റിൽ എൻ്റെ ഫൈനൽ ടേക്ക് ഇതാണ്. 15 സീറ്റിൽ കുറവാണ് UDF-ന് കിട്ടുന്നത് എങ്കിൽ ഇത്രയും അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ട്, അതായത് കേന്ദ്രത്തിനെതിരെയും സംസ്ഥാനത്തിനെതിരെയുമുള്ള വികാരം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നിട്ടും വിഷയങ്ങൾ അനവധി ഉണ്ടായിരുന്നിട്ടും അത് ഉപയോഗപ്പെടുത്തി 20-20 നേടിയില്ല എങ്കിൽ എന്ന് മാത്രമല്ല 15-ൽ കുറഞ്ഞാൽ UDF-ൽ അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഈ ആലത്തൂർ, ആറ്റിങ്ങൽ, മാവേലിക്കര ഇത് മൂന്നും കാഷ്വാലിറ്റി ആവുകയാണെങ്കിൽ ആരുടെയൊക്കെ നേർക്ക് ആ ബ്ലെയിം ഗെയിം ചെന്ന് നിൽക്കും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ ഈ നേതാക്കളുടെ സ്വീകാര്യത, ബൂത്ത് ലെവലിലെ നിർജ്ജീവത മാത്രമല്ല നേതാക്കളുടെ സ്വീകാര്യത, VD സതീശൻ്റെ ആയാലും K സുധാകരൻ്റെയും ആയാലും അവരവരുടെ വില കളയുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലെ പല കാര്യങ്ങളും വിലയിരുത്തപ്പെട്ടതാണ്. അപ്പോൾ സ്വീകാര്യത കുറഞ്ഞു വരുന്നുണ്ട് നേതാക്കൾക്ക് എന്നുള്ളത് പാർട്ടി നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും ആ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്ക് പാർട്ടി സംഘടനാ സംവിധാനം പോകാനുള്ള ഒരു സാധ്യതയും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഉണ്ടാകും. ഒരു നിശബ്ദ തരംഗമുണ്ട് എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. പക്ഷേ ഇവിടെ മൈനോറിറ്റി വോട്ട് കൺസോളിഡേഷൻ നടക്കുന്നത് പോലെ തന്നെ BJP പിടിക്കുന്ന വോട്ടുകളും അത് UDF-ന്റെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ആലത്തൂർ ഇത് വളരെ നിർണായകമാണ്. TN സരസുവിന് എത്ര വോട്ട് കിട്ടും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ആലത്തൂരിന്റെ ഫലം നിശ്ചയിക്കുക എന്നുവരെ താഴെ പ്രവർത്തിച്ച പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്. TN സരസുവിലേക്ക് പോകേണ്ട വോട്ടുകൾ രമ്യക്ക് പോയിട്ടുണ്ടോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. ആലത്തൂർ നമ്മുടെ സർവേയിൽ തന്നെ BJP ഒരു ഗ്രോത്ത് കാണിച്ചിരുന്നു. പക്ഷേ ആ വോട്ട് മുഴുവൻ TN സരസുവിന് പോവില്ല എന്നൊരു കണക്കുകൂട്ടലുമുണ്ട് താഴെത്തട്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, കണക്ക് തെറ്റുമോ എന്നതാണ് ചോദ്യം. യെസ് എന്ന് 2, നോ എന്ന് 2. മീഡിയ എഡിറ്റേഴ്സ് എന്നിവിടെ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ഗുഡ് നൈറ്റ്. Meet the editors.